മാറ്റിയാണ് ഇല്ല, അത് പയ്യെ പറയാം. അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു. അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട പേര് അങ്ങനെ അവരുണ്ട്, കേൾക്കണ്ട. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ പേര്, ഒരുപാട് പേര്. നിങ്ങളെല്ലാം ആ പേരൊന്നുമില്ല. ഇല്ല, പുതിയ ആളാണ്. അല്ലല്ല, അങ്ങനെ ചോദിച്ചാൽ അതൊന്നും ഉത്തരം കിട്ടൂല. ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അതിന്റെ പ്രോസസ് നീങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണെന്നല്ല. ആരെ മതാടിസ്ഥാനത്തിൽ അപ്പൊ മതാടിസ്ഥാനത്ത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. മതാടിസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പാഴ്സി, സിഖ് എല്ലാം വേണ്ട. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് BJP. എല്ലാ മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങിയത് വോട്ടിന് വേണ്ടിയല്ല, വിശ്വാസം ആർജിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അധ്യക്ഷന്റെ പറഞ്ഞത്. അതായത് RSSും BJPയും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ എടുത്ത ഒരു നിലപാട് പ്രതിയോഗിയെ തീരുമാനിച്ചുകൊണ്ടാണ്. അപരൻ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ മുമ്പോട്ടേക്ക് വന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ടോ എന്ന സംശയം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരിക്കും. മറ്റൊന്നും അത് കാണേണ്ട കാര്യമില്ല. അതിലൊന്നും വലിയ കാര്യമില്ല കേരളത്തെ സംബന്ധിച്ച്. ആരെ അറിയില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയതിന് പിന്നാലെ ഈ ഷർഷാദിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അറിയില്ല. ഇപ്പോ ഒരു വെളിപ്പെടുത്തല് ഈ ഷർഷാദ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഗൗതമാർക്കെതിരെയുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ, ആ ഷാമിനെതിരെയുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കണ്ടതിന് വേണ്ടി മറ്റൊരാൾ വിളിച്ചു എന്ന് ഷർഷാദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റത്തിലൊരു ഒരു പടയൊരുക്കം നടക്കുന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിലയാൾ പറയുന്നത്. നിങ്ങൾ ഉൾക്കൊള്ളപ്പെടണ്ട. ഇല്ല, പാർട്ടിയിൽ ഒരു ശത്രുവില്ല. പാർട്ടിയല്ലേ, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. അത് ഇങ്ങനെ വെറുതെ നിങ്ങൾ തന്നെ പരാതി ഉണ്ടാക്കിയിരുന്നല്ലാണ്ട് പറയുന്നത് പരാതി. ഞങ്ങൾ അത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടം വരുമ്പോഴേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും കേരളത്തിലുടനീളം ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി എന്ന രീതിയിലും സ്ഥാനാർത്ഥി നിർണയവും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം മാത്രമേ അവിടെ ഇവിടെ അത് പൂർത്തിയാക്കാനുള്ളൂ. അത് വളരെ വേഗം പൂർത്തിയാവും. പൂർത്തിയാക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുമില്ല, പാർട്ടിക്കകത്തുമില്ല. എല്ലാം നല്ല ശരിയായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യമില്ലേ, നേരത്തെ ചോദിച്ചല്ലോ. ആ ചോദ്യം ഞാൻ മറുപടി പറഞ്ഞല്ലോ. തീരുമാനിച്ചു. പിന്നെ അത് തീരുമാനം പുറത്തു വരുമല്ലോ. തീരുമാനം പുറത്തു വരും, 2 ദിവസം കൊണ്ട് തന്നെ വരും. ഇനി 14-ാം തീയതി ആകുമ്പോഴേക്ക് അവർ സ്ഥാനം ഏൽക്കേണ്ടിയുണ്ട്. അത് ഭരണഘടനാപരമായിട്ട് പ്രശാന്തിന് ഒരു ടേമേ പറ്റുള്ളൂ. ഓർഡിനൻസ് എന്ത് ഓർഡിനൻസ്? ഇതിന് വേണ്ടിയിട്ടല്ലേ ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? പ്രശാന്തിന്റെ പ്രവർത്തനത്തെ പറ്റിയൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കോടതി പറഞ്ഞ ഒന്നല്ല, കോടതി എന്ത് പറയുന്നൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടേതായ നിലപാടുണ്ടല്ലോ.